ഗോപിനാഥ് മുതുകാട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിപ്പോൾ ഒരുപാട് കാണുന്നുണ്ടാവും. ഞാൻ ചെയ്യുന്നത്, സുനിത ദേവദാസ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് പേര് വീഡിയോസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അനിൽ സാർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വീഡിയോസിൻ്റെ അടിയിലും ഇപ്പോഴും ഒരുപാട് ആളുകൾ നിങ്ങൾ എന്തിനിത് പറയുന്നു, അവിടെ കേസുണ്ടോ, അല്ലെങ്കിൽ പോലീസ് കേസ് എടുക്കാൻ മാത്രം വലിയ സംഭവം സംഭവിച്ചു, അയാളൊരു തെറ്റാണോ ചെയ്യുന്നത്, എന്തിന് നിങ്ങൾ ഇതിന്റെ പിന്നാലെ നടക്കുന്നു, നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ, വീണ്ടും വീണ്ടും. ഈവൻ ഷിഹാബിനാണെങ്കിൽ പോലും ഷിഹാബിനോട് പോയിട്ട് നീ അവിടുന്ന് പോകുന്നതിന്റെ പ്രശ്നമല്ലേ നിനക്ക്, നിന്നെ ഒഴിവാക്കിയതിന്റെ, അങ്ങനെ 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 ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് പേഴ്സണലി മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സെന്റിമെന്റൽ BGM ഇട്ടുള്ള ഏത് വീഡിയോ കണ്ടാലും അതിൽ വീഴുന്നുള്ള ടീംസാണ് തോന്നുന്നത്. എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഫീൽ ആവുന്നത്. കാരണം പലരോടും എന്നോട് സംസാരിക്കാൻ പറ്റുന്ന പലരോടും ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ അവരാദ്യം ഡിഫെൻഡ് ചെയ്യും. ഗോപിനാഥ് മുതുകാട് അങ്ങനെ ഇങ്ങനെ ഇത്ര നല്ലത് ചെയ്തില്ല, അങ്ങനെ. പിന്നെ നമ്മൾ കാര്യങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ അവർ ഒരു ലേറ്റർ സ്റ്റേജിൽ റിയലൈസ് ചെയ്യുന്നുണ്ട്, ഓക്കെ അപ്പം ഞാൻ കണ്ട ഈ BGM ഇട്ടിട്ടുള്ള നന്മമരം അതാ ഫേസ് അല്ല. അപ്പം നിങ്ങൾ പറയുന്നത് ഇവിടുത്തെ സാമ്പത്തിക കാര്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ തട്ടിപ്പിൻ്റെ മുഖം അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ സംസാരിക്കുന്നത് ഈ പറഞ്ഞ വ്യക്തി അവിടെയുള്ള കുട്ടികളടുത്തും അമ്മമാരടുത്തും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിൻ്റെ അടുത്തും ഒക്കെ പെരുമാറിയ ആ ഒരു സ്വഭാവം വെച്ചിട്ടാണല്ലേ എന്നുള്ള റിയലൈസേഷൻ പിന്നെയാണ് അവർക്ക് വരുന്നത്. ദാറ്റ്സ് അൺഫോർച്ചുനേറ്റ്. ബിക്കോസ് വീഡിയോസിൽ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു കേസുണ്ട്. സ്ഥാപനം പൂട്ടിപ്പോവാൻ വേണ്ടിയിട്ടല്ല, സ്ഥാപനം നടത്തിക്കൊണ്ട് പോയിക്കോട്ടെ, പക്ഷേ അപ്രോച്ച് മാറണം. ഉപയോഗിക്കുന്ന ആ ഒരു ബിസിനസ് ടാറ്റിക്സ് അത് മാറണം. കാരണം കുട്ടികളെ വെച്ച് സാഡ് BGM ഇട്ട് അവരെ കൊണ്ടുവന്ന് നിർത്തി, അതൊരു കൈൻഡ് ഓഫ് വളരെ എന്താ പറയുക പത്തറ്റിക് ആയിട്ടുള്ളൊരു ബിസിനസ് സ്ട്രാറ്റജിയാണ് ആ കുട്ടികളെ വെച്ചിട്ട് അയാൾ ചെയ്യുന്നത്. അതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടും പിന്നെ ഈ പറഞ്ഞ ദ അതർ ഫേസ് ആ കുട്ടികളുടെ അടുത്തും അവിടെ ഉണ്ടായിരുന്ന അമ്മമാരുടെ അടുത്തും ഷിഹാബിനെ പോലുള്ള വ്യക്തികളുടെ അടുത്തും കാണിക്കുന്ന വേറൊരു മുഖം. ഇത്രയും കാര്യങ്ങൾ മാറിയാൽ ലെറ്റ് ഹിം കണ്ടിന്യൂ, നോ വറീസ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് കൃത്യമായിട്ട് ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അമൽ ഇൻസ്പയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ പയ്യൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വീഡിയോൻ്റെ അകത്ത് ആ പയ്യൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏത് രീതിയിലുള്ള ഒരു ബിസിനസ് ടാറ്റിക്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, എന്ത് കണ്ടിട്ടാണ് ആളുകൾ ഇപ്പോഴും ഓക്കെ എന്തിന് ഇയാളെ പറയുന്നു എന്നുള്ള ചോദ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഈ പയ്യൻ്റെ കറക്റ്റായിട്ടുള്ള ചോദ്യങ്ങളും കറക്റ്റായിട്ടുള്ള റിപ്ലൈകളിലും വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആദ്യം പയ്യൻ്റെ വീഡിയോൻ്റെ ഓരോരോ ക്ലിപ്പായിട്ട് വെച്ചിട്ട് പോകാം. നിങ്ങൾ സന്തോഷ് ചോർജ് കുളങ്ങര സാറിന്റെയും മുതുകാട് സാറിന്റെയും വീഡിയോകൾ ഒരുമിച്ച് പ്ലേ ചെയ്തിട്ട് താരതമ്യം ചെയ്ത് നോക്കാം. മുതുകാട് സാറ് പറയുന്ന മോട്ടിവേഷൻ ക്ലാസ്സുകൾ, അതിന്റെ വാക്കുകൾക്കുപരി അദ്ദേഹം യൂസ് ചെയ്യുന്ന ചില ബീജിയങ്ങളുണ്ട്, ചില സെന്റിമെന്റൽ ബീജിയമുണ്ട്. സംഗീതത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. മനുഷ്യന്റെ മൃദുല വികാരങ്ങളെ കുത്തി മാന്തി ഇളക്കി നോവിച്ച് മനുഷ്യനെ അങ്ങനെ ആ വീഡിയോയുടെ കൂടെ തന്നെ കൊണ്ടുപോകാൻ കഴിവുണ്ട്. എനിക്ക് അത്തരം ബീജിയങ്ങൾ, അത്തരം സെന്റിമെന്റൽ ബീജിയങ്ങൾ ഇഷ്ടമില്ല. കാരണം ഒരുപാട് സഹതാപം കലർന്ന നോട്ടങ്ങളെയും ഒരുപാട് കുത്തി നോവിക്കുന്ന നോട്ടങ്ങളെയും ഫേസ് ചെയ്ത് അതിജീവിച്ചു വന്ന ആള് എന്നുള്ള നിനക്ക് അതില് എനിക്ക് പൂർണ്ണമായും വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ നിരാശരാണ്. കാരണം എന്താണെന്നറിയോ, നിങ്ങളെ ഹൃദയസ്പർശിയായിട്ടുള്ള വാക്കുകൾ കൊണ്ട് നിങ്ങളെ ആനന്ദിപ്പിക്കുന്ന, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങളെ ആശ്വാസം കണ്ടെത്തിയ ആളിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇത്തരം വിവാദങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്ഭുതവും വിഷമവും ഉണ്ടാവും. ഇതിലും നല്ലൊരു എക്സാമ്പിൾ ഇനി ഒരാളും പറഞ്ഞു തരാനില്ല വ്യൂവേഴ്സിന്. കാരണം ഗോപിനാഥ് മുതുകാടിന്റെയും SGKന്റെയും ഓക്കെ ഈ 2 വീഡിയോ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന മോട്ടിവേഷനോ അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങളോ നിങ്ങളൊന്ന് അയാൾ റോ ആയിട്ട് SGK എവിടെയും വന്നിട്ട് ഈ പറഞ്ഞ പോലെ BGM ഇട്ട് കയറ്റിയിട്ട് സ്വയം വീഡിയോസ് ഇടാറില്ല. SGK വന്ന് പറയുന്ന വീഡിയോസ് കണ്ടിട്ട് ഓരോ ഇന്റർവ്യൂവിന്റെ പോർഷൻസ് എടുത്തിട്ട് ആളുകൾ അത് ഒരു മോട്ടിവേഷൻ സാധനം, ഈ സ്ഥിരം മോട്ടിവേഷൻ്റെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് മോട്ടിവേഷന് വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മോട്ടിവേഷൻ വീഡിയോസിൽ അവർ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന BGMഉം സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ബാക്കിയുള്ളവർ എഡിറ്റ് ചെയ്തിടാറാണ്. അത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ വ്യത്യാസം. കാരണം ഒരാളത് മാർക്കറ്റിങ്ങിന് വേണ്ടി പറയുന്നതല്ല.
SGK സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറഞ്ഞ വ്യക്തി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, ഒരു സ്ഥാപനത്തെയോ അദ്ദേഹത്തെയോ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല മോട്ടിവേഷൻ പറയുന്നത്. പക്ഷേ ഗോപിനാഥ് മുതുകാട് എന്ന് പറഞ്ഞ വ്യക്തി ഈ BGM ഇട്ട് തള്ളിക്കയറ്റി വിടുന്നത് അയാളുടെ ഒരു ലൈക്ക് അയാൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവുന്നുണ്ടോ എനിക്കറിയില്ല ഇത് ചെയ്തിട്ട്. പക്ഷെ അയാളുടെ സ്വയം എന്താ പറയുക ബ്രാൻഡ് വലുതാക്കാനും അയാൾ ഈ ബിസിനസ്സായിട്ട് കാണുന്ന സ്ഥാപനമാണ്. അയാൾ ബിസിനസ്സായിട്ടാണ്, അയാൾ പ്യോർ ബിസിനസ്സായിട്ടാണ് ആ സ്ഥാപനം കാണുന്നത്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ, ബട്ട് സ്റ്റിൽ അയാൾ ഇരിക്കുന്ന വീഡിയോയിൽ അയാൾ ഇട്ട് തള്ളട്ടെ. കുട്ടികളുടെ വീഡിയോയിലും അയാൾ ഇട്ട് തള്ളിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് അതിൽ കുറേ BGM ഇട്ട് അതിൽ കുറേ സെൻറ്റിമെൻ്റൽ സാധനം ഇട്ട്. ഞാൻ ഈ അടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൊല്ലം സുധിച്ചേട്ടൻ്റെ വീട്ടിൽ ലക്ഷ്മി നക്ഷത്രം പോയ വീഡിയോ. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കേസ് പോയതും ചെയ്തതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ പുട്ടിൽ തേങ്ങ ഇടുന്ന പോലെ ഇടയ്ക്ക് കൊല്ലം സുധിച്ചേട്ടൻ്റെ ഫോട്ടോ ഒന്ന് കാണിക്കും, ഒരു സാഡ് BGM ഇടും, കുട്ടിയുടെ മുഖം ഒന്ന് കാണിക്കും, സാഡ് BGM ഇടും, ഭാര്യയുടെ മുഖം ഒന്ന് കാണിക്കും, സാഡ് BGM ഇടും. അതെന്താ? ആ വീഡിയോയിൽ കൂടുതലായിട്ടുള്ള ആളുകൾ ഈ സങ്കടവും അല്ലെങ്കിൽ ഈ ഒരു സാഡ് സാധനം കാണുമ്പോൾ കൂടുതലായിട്ട് ഇമോഷണലി കണക്റ്റ് ആയിട്ട് അതിൽ കണ്ടിരിക്കും ആളുകൾ. പ്ലെയിൻ ആയിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ആരും ആ വീഡിയോ കാണില്ല. സോ ദാറ്റ്സ് എ കൈൻഡ് ഓഫ് പ്യുവർ കണ്ടന്റ് മേക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണല്ലോ സിനിമകളിലും സീരിയലുകളിലൊക്കെ എന്താ അവസ്ഥ? എന്ന് പറഞ്ഞിട്ട് പോവും. ഈ സംഗതി ഈ കുട്ടികളുടെ വീഡിയോസിൽ ഇടുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല അവരുടെ പാരൻസും കുട്ടികളൊക്കെ ഇതിൽ ഇഷ്ടപ്പെട്ടിട്ട് നിന്ന് കൊടുക്കുകയാണ് എന്നുള്ളത്. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നുന്നില്ല, കാരണം ആരും നിന്ന് കൊടുക്കില്ല. അപ്പൊ ഇതൊക്കെയാണ് മാറേണ്ടതും മാറ്റേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. സാറ് ഞങ്ങളെ കുറിച്ച് ചെയ്യുന്ന വീഡിയോകളിൽ സെന്റിമെന്റൽ BGM ഇടരുത്, സെന്റിമെന്റൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടരുത്. കാരണം ഞങ്ങൾക്ക് അത് ഇഷ്ടമില്ല. അതൊരു തരത്തിലുള്ള സഹതാപത്തിന്റെ എക്സ്പ്ലോയിറ്റേഷൻ ആണ്, സഹതാപത്തിന്റെ ചൂഷണമാണ്. കാരണം നിങ്ങളെ വീഡിയോ കാണുന്ന ഇതൊന്നും അറിയാത്ത സാധാരണക്കാരുണ്ടാവും. ആ സാധാരണക്കാരന്റെ ഉള്ളിൽ ഈ വീഡിയോകൾ കാണുമ്പോൾ ഒരു തരത്തിലുള്ള സങ്കടക്കടലിൽ തീർക്കും. സാറേ, ഞങ്ങളൊരു കല്യാണത്തിന് പോകുമ്പോഴേ ഞങ്ങളെ ദയനീയമായ അവസ്ഥകൾ കണ്ടിട്ട് ഞങ്ങളെ പാരൻസ് അവിടെ വെച്ച് അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ കണ്ടിട്ട് അവിടെ കൂടിയിരിക്കുന്ന സാധാരണക്കാരന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത വിങ്ങൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. അവർ സഹതപിക്കും, അവർക്ക് ടെൻഷനാവും. ആ സിറ്റുവേഷനാണ് സാർ ഇത്തരത്തിൽപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് മാർക്കറ്റ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് CP ഷിഹാബ് സാറിന്റെ പഴയ സ്റ്റാഫായിട്ടുള്ള CP ഷിഹാബ് സാറ് പറയുന്നുണ്ടല്ലോ, സാറ് ഒരു പ്രോഗ്രാമില് ഷിയാബ് നീ ഇലക്ട്രിക് വീൽ ചെയറിൽ വരണ്ട, നീ നടന്നു വന്നാൽ മതി. നീ നടന്നു വരുമ്പോ ആളുകള് നീ നടന്നു വന്നിട്ട് ആ വീൽ ചെയറിൽ വലിഞ്ഞു കയറുമ്പോ ആളുകൾക്ക് സെന്റിമെന്റൽ അപ്രോച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളത്. ആ ഒരു വിഷ്വൽ ഉണ്ടല്ലോ, ആ വിഷ്വലിനെ സാർ ഇത്തരത്തിൽപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ടും സാറിന്റെ പ്രൗഢഗംഭീരമായ വാചകങ്ങൾ വെച്ചിട്ടും സാധാരണക്കാരനെ കയ്യിലെടുത്തു. ആ കയ്യിലെടുത്ത സാധാരണക്കാരാണ് സാറിന് വേണ്ടിയിട്ട് വാദിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും വാദിക്കൂല. കാരണം എന്താണെന്നറിയോ? ഞങ്ങൾക്ക് ഇഷ്ടമില്ല. എനിക്ക് സാറിനെ ഭയങ്കരമായിട്ട് പ്രിയമായിരുന്നു. അതോടുകൂടി ആ ഒരു സംരംഭം സാറ് ചെയ്യുന്നതോടുകൂടി സാറോടുള്ള ആരാധന പോയി, സാറോടുള്ള റെസ്പെക്ട് പോയി. ഇത് ആത്മാർത്ഥമായിട്ട് അമലിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് സാറേ. ഈ പയ്യനൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല, കണക്ട് ആവില്ല ചിത്തുവായി. നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലാവണ്ട ഇല്ലേ? ഇപ്പൊ ഇന്നയോ ഇങ്ങളെയോ ആണ് ഒരാൾ ഇതുപോലെ നിർത്തിയിട്ട് ഒരു അവസ്ഥ നമ്മളെ സഹായിക്കാൻ വരുന്നതായിരിക്കാം, പക്ഷെ നമ്മൾ ആ അവസ്ഥയിൽ നിന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇപ്പൊ നാളെ നമ്മളെ സാഹചര്യങ്ങളാണ് നമ്മളങ്ങനെ നിന്ന് കൊടുക്കേണ്ട അവസ്ഥയെ കൊണ്ട് എത്തിക്കുന്നത്. അത് എക്സ്പ്ലോയിറ്റ് ചെയ്യും. അതെ, അതായത് ഇത് ചാരിറ്റിക്കാര് വീഡിയോ ഇല്ലേ, ചില വീടുകളിലൊക്കെ ചാരിറ്റിക്കാര് ചെന്നിട്ടില്ലേ, അതായത് അതെ ചാരിറ്റി നമുക്ക് പഴയ ഡ്രസ്സുകള് അങ്ങനെ സാധനങ്ങളൊക്കെ ചോദിച്ചു വരുമ്പോ അവര് പറയും. ഓൺലൈൻ ചാരിറ്റിയില് നിങ്ങൾ കണ്ടിട്ടില്ലേ വയ്യാതെ കിടക്കുന്ന ചാരിറ്റി? അതുപോലെ തന്നെ നമ്മളെ വീട്ടിലൊക്കെ കൊണ്ടുവരുമല്ലോ, അവരും ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെ പാവങ്ങൾ കുറെ ഫോട്ടോസും ഇതൊക്കെയാണ് അവര് കാണിക്കുക. പക്ഷെ അതവിടെ അതിന്റെ വേറെ വേർഷൻ, ഒരു പുതിയ അപ്ഡേറ്റഡ് വേർഷൻ എന്ന് പറയുന്നത്. കാരണം ഞാൻ ഈ അടുത്ത് കുറെ ചാരിറ്റി റിലേറ്റഡ് വീഡിയോ ചെയ്തപ്പോഴൊക്കെ പറഞ്ഞൊരു കേസുണ്ട്. ഒരാളുടെ അസുഖമോ അയാളുടെ അവസ്ഥയോ അറിയിക്കാൻ അയാളുടെ മെഡിക്കൽ റിപ്പോർട്ടോ ഒരു ഫോട്ടോ ഒക്കെ വെച്ചാൽ മതി. അല്ലാതെ അയാളുടെ ഭാര്യേനെയും കുട്ടീനെയും അമ്മേനെയും അച്ഛനെയും വീട്ടുകാരെയും കൊണ്ടുവന്ന് കരയിപ്പിച്ച് നെഞ്ഞത്തടുപ്പിച്ച് ഒരു സ്ക്രിപ്റ്റ് ഇട്ട് അത് നമ്മളെ കാണിപ്പിച്ച് അതിൽ BGM കുത്തിക്കയറ്റി. ഇവിടുത്തെ ചാരിറ്റി നന്മമരങ്ങൾ കുറച്ചധികം കാലമായിട്ട് കാണിച്ച പരിപാടിയുടെ വേറൊരു വേർഷനാണ്
ഈ ഗോപിനാഥ് മുതുകാട് ചെയ്തേ? നമ്മളെ സമൂഹത്തിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് മാക്സിമം യൂസ് ചെയ്യാണ്. കാരണം നമ്മളെ സമൂഹത്തിൽ ഒരുപാട് നല്ല ആളുകളുണ്ട്. അവർക്ക് ഇങ്ങനത്തെ ബാക്കിയുള്ള ആളുകളുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും കാണുമ്പോൾ മനസ്സറിയുന്ന ഒരുപാട് ആളുകൾ, ഒരു ഏജ് കാറ്റഗറി ഉണ്ട് അല്ലേ? അത് മാക്സിമം ചൂഷണം ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ഏജ് കാറ്റഗറി ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു 50 above 50 ഈ റിട്ടയർഡ് ലൈഫിലിരിക്കുന്ന ആളുകള് അവര് ശരിക്കും ഇതിൽ വീണ് പോകുന്നുണ്ട്. എബ്രോഡ് ഉള്ളവരും ഇവിടെ ഉള്ളവരൊക്കെ. കാരണം അവരുടെ റിട്ടയർഡ് ലൈഫിലാണ്, അവരുടെ കയ്യിൽ അത്യാവശ്യം നീക്കിയിരിപ്പും സമ്പാദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ടാർഗറ്റഡ് ഓഡിയൻസ് എന്ത് ചെയ്യും? ഓബിയസ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആൻഡ് വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസ് ഇല്ലേ, ഈ പറഞ്ഞ BGM ഇട്ടിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഈവൻ ചാരിറ്റി വീഡിയോസ് ആണെങ്കിൽ, ഇപ്പം ഈ വീഡിയോസൊക്കെ ആണെങ്കിലും ഈ വീഡിയോകൾ ഓക്കെ, ഇത് ഇവരെന്നെ കാണുന്നൊരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ചു. അവരത് ചെയ്യുമ്പോൾ അത്രയും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. BGM ഒക്കെ കുത്തി കയറ്റി അത് തിരിച്ചു കാണുമ്പോൾ ഉള്ളിന്റെ ഉള്ളിലെങ്കിലും തോന്നുന്നുണ്ടാവും. ഇപ്പം ഈ അബ്ദുല്ലോ അമലോ ആള് പറഞ്ഞ പോലെ ഉള്ളിൽ അത് കാണുമ്പോൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും എന്നുള്ളത് മുതുകാടിന് ചിലപ്പോൾ അത് മനസ്സിലാവില്ല. കാരണം അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു മോനില്ലല്ലോ. അതെ, അതുകൊണ്ട് അയാൾക്കത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അയാൾ ആ ഡയലോഗ് പറഞ്ഞത്. ഇത് കാണുന്ന അവരവരുടെ നിസ്സഹായാവസ്ഥയിൽ നിന്നു പോകും. ഇതിന് ശേഷം ഇവരിത് കാണുമ്പോൾ ഒരു അവസ്ഥ വെച്ചാൽ അവരെ കുട്ടീനെ സൂം ചെയ്യുക, അവിടെ BGM അല്ലേ, ആ കുട്ടികളെ അമ്മമാരും അച്ഛന്മാരൊക്കെ തകർന്നു പോണൊരു അവസ്ഥയാണ്. ആൻഡ് വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇപ്പം ഈ പറഞ്ഞ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഓക്കെ, അവരുടെ പാരൻസ്, ഇന്ത്യൻ ഗവൺമെൻറ്റും ഇവിടെ ബാക്കി ഓർഗനൈസേഷൻസും ഒക്കെ ഇവർക്ക് നല്ല രീതിയിലുള്ള ഫണ്ടുകൾ എത്തിക്കാനുള്ള ഓരോ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഈ മുതുകാട് വന്നിരുന്ന് ഞാൻ എന്നിലൂടെ ചാനലൈസ് ചെയ്ത ഓക്കെ അയാളുടെ പ്രവൃത്തി അയാൾ മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ആനുകൂല്യങ്ങളാണോ സർക്കാർ കൊടുക്കുന്നത് അതൊക്കെ മാക്സിമം പ്രൊജക്റ്റുകൾ വെച്ചിട്ടും അത് ചെയ്തിട്ടും ഗ്രാബ് ചെയ്യുന്നുണ്ട്. അത് അയാളുടെ കഴിവാണ്, അത് ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ അത് ചെയ്തോ, അത് മാത്രം പോരെ. അല്ലെങ്കിൽ ഈ എന്തിനാണ് ഈ BGM ഇട്ടിട്ട് വീണ്ടും ഇവരെ ബാക്കിയുള്ളവരുടെ മുന്നിൽ ഒരു പ്രദർശന വസ്തുവായിട്ട് നിർത്തിയിട്ട് എന്തിനാ അത് ചെയ്യണേ? അല്ലേ, ഇവർക്ക് ഫണ്ട് പാസ്സാവാത്ത പ്രശ്നങ്ങളുണ്ടോ? ഇല്ലേ? അല്ല, ചിലപ്പോ ഫണ്ട് പാസ്സാവാനുള്ള ഒരു വഴിയായിരിക്കും ഈ പൈസ ഇവരെ കാണിക്കുന്നത്. ഇല്ല, ഫണ്ട് ഇപ്പൊ സർക്കാരിന് ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ടുപോയി കൊടുത്തിട്ട് വേണോ ഫണ്ട് പാസ്സാക്കാൻ? ബാക്കി ഓർഗനൈസേഷൻസിന് ഇതേപോലൊരു ഫണ്ട് പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലൊരു വീഡിയോ BGM ഇട്ട് കൊണ്ടുപോയി നിർത്തണോ? വേണ്ട. സോ ദിസ് BGM ഇട്ട് എഡിറ്റ് ചെയ്ത് ഈ കുട്ടികളെ നിർത്തുന്ന വീഡിയോസ് ടാർഗറ്റ് ചെയ്യുന്നത് എബ്രോഡുള്ള ഇൻവെസ്റ്റേഴ്സിനെയാണ്. അവരെ ടാർഗറ്റ് ചെയ്തിട്ട് ഈ സാധനം പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഫിൽത്തി റിച്ച് ആയിട്ടുള്ള കുറേ ആളുകളുണ്ട് സമൂഹത്തിൽ. ഞാൻ കുറച്ച് ചെയ്യണം എന്ന് വിചാരിച്ചിറങ്ങുന്ന അങ്ങനെ ഇറങ്ങുന്ന കുറച്ച് പേരുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ റിട്ടയർഡ് ലൈഫിലുള്ള അത്യാവശ്യം ഓക്കെ ഞാൻ സെറ്റിൽഡ് ആണ്, റിട്ടയർഡ് ലൈഫാണ്, കുറച്ച് സൊസൈറ്റിക്ക് ചെയ്യാതെ അങ്ങനെ ഇറങ്ങുന്ന ആളുകൾ അവരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ സാധനം പോണത്. ചിലപ്പം എനിക്ക് തോന്നുന്നു മേ ബി അയാളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. ചിലപ്പോ സമൂഹത്തിൽ ഇത്രയും ഇതിൽ നിൽക്കണ കുറച്ച് നമ്മളെ യൂസഫ് അലി ഒക്കെ പോലത്തെ കുറച്ച് ആൾക്കാരാവും, അപ്രോച്ചബിൾ ആയിട്ടുള്ള ആളുകൾ. അവരെ ലിസ്റ്റ് എടുത്ത് ചിലപ്പോൾ അവരെ പ്രത്യേകമായിട്ട് സ്പെഷ്യലി അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും. ഇനി ആ പയ്യൻ പറയുന്ന ബാക്കി കാര്യങ്ങളും കൂടി നോക്കട്ടോ. സാറ് ചെയ്ത അടുത്തൊരു വലിയ തെറ്റ് എന്താന്ന് വെച്ചാല്, ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടിയെ എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ വെച്ചിട്ട് അവനെ ഞാൻ വലിയൊരു കലാകാരനാക്കും, വലിയ സംഭവമാക്കും, അവന് നിറയെ വേദികൾ കൊടുക്കും എന്ന് ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന തരത്തില് ഇത്തരം BGMകൾ ഇട്ടിട്ട് വീഡിയോസ് ഇറക്കി. അതിന്റെ പരിണിത ഫലം എന്താണെന്നറിയാം? എന്നോട് പോലും പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, എന്നോടും എന്റെ ഉപ്പച്ചോന്റെ ഫാമിലിനോടൊക്കെ, നിങ്ങൾക്ക് മുതുകാട് സാറിന്റെ ഡിഫറെന്റ് ആർട്ട് സെന്ററിൽ ഒന്ന് പോയിക്കൂടെ, നല്ല ഡെവലപ്മെന്റ് ഉണ്ടാവുമല്ലോ. സത്യത്തില് സാറിനറിയാലോ, ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള ഒരു കേസാൻ സാർ അവിടെ അത് ഓഡീഷൻ വെച്ചിട്ടാണ് നിൽക്കുന്നത്. ആളുകൾക്ക് പലപ്പോഴും അറിയില്ല ഇത് എന്താ സംഭവിക്കുന്നതെന്ന്. ഈ മുതുകാട് സാർ തന്നെ ഇപ്പം പല രീതികളിൽ മാറ്റി പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ മൈൽഡ് കേസ് എടുക്കുന്നുള്ളൂ, ഇത്തരം സിവിയർ കേസുകൾ എടുക്കുന്നില്ല. പക്ഷെ പ്രേക്ഷകർ സമ്മതിച്ചില്ല, സാറ് സമ്മതിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്കുള്ള വിചാരം എന്താണ്? മുതുകാട് സാറിന്റെ കയ്യിൽ എന്തോ ഒരു മാജിക് ഉണ്ട്, എന്താണ് ഭിന്നശേഷി കുട്ടികളെ സമ്പൂർണ്ണ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന മെത്തേഡുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇത്തരം വീഡിയോകൾ വെച്ചിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സാറിന്റെ പ്രസന്റേഷൻ സ്കില്ലും സാറിന്റെ അപാരമായിട്ടുള്ള വാക്കുകൾ കൊണ്ടുള്ള വാക്മയ ചിത്രം തീർത്തിട്ടാണ് സാറിന് മാജിക് എന്ന പ്രൊഫഷൻ ഒഴിവാക്കിയിട്ടാണ് ഭിന്നശേഷി മേഖലയിലേക്ക് വന്നത്.
നാളെ സാറിന് തോന്നുകയാണ് ഞാൻ ഈ ഭിന്നശേഷി മേഖല വീട്ടിലാണ്, ഞാൻ മറ്റൊരു മേഖലയിലേക്ക് ഇറങ്ങി തിരിക്കാണ്. അപ്പൊ സാർ നിലവിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എന്ത് കൊടുക്കും, എന്ത് വേദികൾ കൊടുക്കും? ഇപ്പൊ ഗോപിനാഥ് മുതുകാട് സാറിനുള്ള വേദികൾ ഉള്ളതുകൊണ്ടാണല്ലോ ആ മക്കൾക്ക് വേദികൾ കിട്ടുന്നത്. അതില്ലെങ്കിൽ അവസ്ഥ ആലോചിച്ചൊക്കെ, അവർക്ക് ഇതൊരു മാജിക് എന്നുള്ള കാര്യം ഒരു പ്രൊഫഷണലായിട്ട് സ്വീകരിക്കാൻ പറ്റുമോ? അപ്പൊ സാറിന്റെ ബദൽ മാർഗം തെറ്റല്ലേ? രണ്ട് വലിയ ചോദ്യങ്ങളല്ലേ അല്ലേ? രണ്ട് വലിയ ചോദ്യങ്ങൾ. അതായത് ജീവന്റെ ജീവനായി കണ്ട് ലൈഫിൽ എല്ലാം തന്ന മാജിക് എന്ന് പറഞ്ഞ പ്രൊഫഷനെ ഒരു സ്ഥലത്ത് ഇട്ടിട്ട് ഞാൻ വേറൊരു രീതിയിലേക്ക് പോവാന്ന് പറഞ്ഞു വന്ന അയാള് നാളെ ഇതും ഇട്ടിട്ട് പോവില്ല എന്ന് ആര് കണ്ടു? ആൻഡ് ഇട്ടിട്ട് പോയി എന്ന് വെച്ചോ, മാജിക് ചെയ്യുന്ന മുതുകാടിന് കിട്ടുന്ന സ്റ്റേജുകളാണ് കുട്ടികൾക്ക് കിട്ടുന്നത് അല്ലേ? മുതുകാട് പോയാൽ ചിലപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ആയാൽ എന്ത് ചെയ്യും? അതെല്ലാരും ചിന്തിക്കണം. അയാൾ ചിന്തിച്ചു കാണും, പക്ഷെ അവിടെ പോകുന്ന ആളുകളും പുറത്ത് നിന്നിട്ട് മുതുകാടിന് ജയ് വിളിക്കുന്ന ആളുകളും നിങ്ങളിത് ചിന്തിക്കും. പിന്നെ ഈ പയ്യൻ പറഞ്ഞ ഏറ്റവും വലിയ വേറൊരു ഫാക്ടർ, മുതുകാടിന്റെ കയ്യിൽ എന്തോ വലിയൊരു മാജിക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ടുപോയിക്കൂടെ എന്ന് ചോദിക്കുന്ന സൊസൈറ്റി. 16, 17, 18 വയസ്സ് വരെ ഈ കുട്ടികളെ പൊന്നുപോലെ നോക്കി അവരുടെ ടാലൻസ് മൊത്തം വളർത്തിയെടുത്ത് പാരൻസും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ട്യൂട്ടേഴ്സും ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ട്. അവർ ഈ കുട്ടികളെ ഇങ്ങനെ മൊട്ട് വിടർന്ന് വന്ന് പൂവാവണ വരെ കൊണ്ടുവന്ന് അത് പൂത്തിട്ടാണ് എവിടെ കൊണ്ടുപോകുന്നത്? പൂവായിട്ട് നിൽക്കുമ്പോഴാണ് മുതുകാടിന്റെ അടുത്ത് കൊണ്ടുപോകുന്നത്. മുതുകാട് ചെയ്യുന്ന പരിപാടി എന്താ? ആ പൂണ്ട് അറുത്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് അവിടെ അയാളുടെ ഷോക്കേസിൽ വെച്ചിട്ട് പറയും, ഇത് ഞാൻ വളർത്തി വലുതാക്കിയ ചെടിയിൽ നിന്ന് വന്ന പൂവാണ്. അപ്പൊ അതുവരെ ഇത് വളർത്തിയെടുത്ത ആളുകൾ എന്തായി? ഇത് കാണാൻ പോകുന്ന പ്രേക്ഷകർ ഇത് കണ്ടിട്ട് ഓ മുതുകാടിന്റെ തോട്ടത്തിൽ നിറയെ പൂക്കളാണ്. അതെ, അങ്ങനെ പൂക്കളാണ് എന്ന് കണ്ടിട്ട് നാട്ടുകാരൊക്കെ പോയിട്ട് പിന്നെ ബാക്കി ചെടിയിൽ ഈ ചെടികൾ വളരുമ്പോൾ അവരടുത്ത് പോയിട്ട് തോട്ടക്കാരുടെ അടുത്ത് നിങ്ങൾ എന്തിനാ മുതുകാടിന്റെ അടുത്ത് കൊടുക്കൂ, നല്ല പൂവായിട്ട് അവർ വിടർത്തി തരുമല്ലോ എന്ന് പറയും. ഇതിപ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നതുകൊണ്ട് എനിക്കിത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമ്മൾ പണ്ട് നമ്മളെ കളിക്കുന്ന സമയത്തൊക്കെ കുറേ പറഞ്ഞു തന്ന് നമ്മളെ പഠിപ്പിച്ച് തന്ന കുറേ പേരുണ്ടാവും നമുക്ക്, എങ്ങനെ കളിക്കണം, എന്ത് കളിക്കണം. നമ്മളത് അതൊക്കെ പഠിക്കും. എന്നിട്ടൊരു ലൈഫിൻ്റെ ഒരു സ്റ്റേജിൽ ചിലപ്പോൾ ക്രിക്കറ്റിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്നൊരു സ്റ്റേജ് എത്തുമ്പോൾ അപ്പം നമ്മളെ കോച്ച് ആരാണോ അയാളെ പറയും അല്ലേ, ക്രെഡിറ്റ് ഉള്ള ആ കോച്ച് കൊണ്ടുപോകും. അതുവരെ ഫസ്റ്റ് ബാറ്റ് എടുത്ത് കയ്യിൽ തന്ന ആൾക്കാരൊക്കെ നമ്മൾ മറക്കും. അങ്ങനെ മറന്നിട്ടുണ്ട്, ഞാനും മറന്നിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല കേട്ടോ. പക്ഷെ സൊസൈറ്റി നോക്കുന്ന സമയത്ത് എന്താ, അപ്പം ആരാണോ കോച്ച് അയാൾ ബെസ്റ്റ്. പക്ഷെ ഇത് വളർച്ചയുടെ സ്റ്റേജിൽ പലരും വന്നു പോയിട്ടുണ്ടാവാം. അതുപോലെയാണ് ഈ കുട്ടികളും വളർച്ചയുടെ സ്റ്റേജിൽ പലരും വന്നു പോവാറുണ്ട്. ആ ക്രെഡിറ്റ് ഫുള്ള് പോകുന്നത് മുതുകാടിന്. മുതുകാടിൻ്റെ കയ്യിൽ എന്തോ ഒരു മാജിക് ഉണ്ട്, ജി ബൂമ്പാന്ന് കാണിക്കും. പിന്നെ സയന്റിഫിക് പ്രൂഫ് ഈ പയ്യൻ തന്നെ ക്ലിയർ ആയിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് സയന്റിഫിക് പ്രൂഫാണ് നിങ്ങളുടെ കയ്യിലുള്ള? മൈൽഡ് ആയിട്ടുള്ള കുട്ടികളെ എടുക്കുന്നു, മാജിക് പഠിപ്പിക്കുന്നു, മാജിക്കിലൂടെ അവർക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ ചോദിക്കുകയാണ്. സയന്റിഫിക് പ്രൂഫ് എവിടെ? ഇത്രയൊക്കെ ഇതിലും നല്ലൊരു എക്സ്പ്ലനേഷൻ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ആരും പറഞ്ഞു കേട്ടിട്ടില്ല അല്ലേ? പയ്യൻ പക്കയായിട്ട് പറഞ്ഞിട്ടുണ്ട്, ക്രിസ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞത് നമുക്ക് മുതുകാടിന്റെ സാമ്രാജ്യം തകർക്കാൻ, മുതുകാടിന്ന് മറ്റേങ്ങോട്ട് എന്താ പറയുക, ഒരു വലിയ സാമ്രാജ്യത്തിൽ കെട്ടിപ്പൊക്കി അല്ലെങ്കിൽ കേരളത്തിലൊരു സംരംഭം തുടങ്ങിയ മുതുകാടിനെ നിങ്ങൾ ഓടിച്ചോ? ദാറ്റ്സ് നോട്ട് ദ കേസ്. ഓക്കെ, ഇത് കേരള ഗവൺമെന്റിനും ബാക്കി ഓർഗനൈസേഷനും പുട്ടുപോലെ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. ചെയ്യാൻ മനസ്സില്ലാത്തത് കൊണ്ടും തുടങ്ങിക്കഴിഞ്ഞാൽ കൈയിട്ട് വാരുന്നുള്ളത് കൊണ്ടും അവരാരും തുടങ്ങിയില്ല. മുതുകാട് തുടങ്ങി, മുതുകാട് അതിൻ്റെ ഒരു വഴിക്ക് മുതുകാട് ഇങ്ങനെ മറ്റേ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. അയാളുടെ സ്വഭാവം ആൻഡ് ദിസ് കൈൻഡ് ഓഫ് ബിസിനസ് ടാറ്റിക്സ് അത് എന്ത് കാരണവശാലും എനിക്ക് ആക്സെപ്റ്റ് ആവില്ല. എനിക്ക് തോന്നുന്നത് എന്നെപ്പോലെ ഒരുപാട് പേർക്ക് അത് ആക്സെപ്റ്റ് ആവാത്തവരുണ്ട്. സോ അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും.